بسم الله الرحمن الرحيم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام إن الله لا يخفى عليه شيء في الأرض ولا في السماء هو الذي يصوركم في الأرحام كيف يشاء لا إله إلا هو العزيز الحكيم. ഇതാണ് എൻ്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകളും അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന വസീലത്ത് ശിർക്ക് ആകുന്നത്? ഇത് പ്രമാണസഹിതം പറയണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അഭൗതികമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം വസീലത്ത് ശിർക്ക് ആകുന്നതിനുള്ള പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഏത് സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുസ്ലിം ജിന്നുകളോട് ചോദിക്കുന്ന സഹായാർത്ഥന അത് വസീലത്ത് ശിർക്കായി മാറുന്നത്? ഇത് ചോദ്യം വളരെ വ്യക്തമാണ്. ഇവിടെ പറഞ്ഞ വിഷയം വളരെ കൃത്യമാണ്. ജിന്നാവട്ടെ, ഇനി മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, ഏത് സൃഷ്ടിയാണെങ്കിലും ആ സൃഷ്ടിയോടുള്ള അഭൗതിക മാർഗത്തിലുള്ള സഹായാർത്ഥന, അദൃശ്യ മാർഗത്തിലുള്ള സഹായാർത്ഥന, അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള സഹായാർത്ഥന, അത് അവർക്കുള്ള പ്രാർത്ഥന തന്നെ, അത് ആരാധന തന്നെ, അത് ശിർക്ക് തന്നെ. അതിൽ സംശയമില്ല, ആർക്കും തർക്കമില്ല. പിന്നെയുള്ളത് അതൊന്നുമില്ലെങ്കിൽ അഭൗതികത കൽപ്പിക്കുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന് വിശ്വസിക്കുന്നില്ല, ആ വക ധാരണയൊന്നുമില്ല. പിന്നെ ജിന്ന് സബബിന് പുറത്താണ് എന്ന് ആക്കി തീർക്കാനാണ് ഇപ്പൊ നാസസുല്ലമി ഇവിടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താ പറഞ്ഞത്? ഞാന് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമാണ് എന്ന് സമ്മതിച്ചു, അത് കുറ്റസമ്മതാണ്. ആ സമ്മതിച്ച അഭൗതികത ഞാൻ സമ്മതിക്കില്ല എന്ന് ഇതിനു മുമ്പ് എവിടെയാ പറഞ്ഞത്? ഇതിനു മുമ്പ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇപ്പൊ കുറ്റസമ്മതം എന്ന് പറയാം. ചത്തപോത്ത് എന്ന CD കേട്ടൊരുക്കറിയാനാ നിങ്ങൾ വ്യവസ്ഥ തയ്യാറാക്കാൻ വന്നപ്പോഴും പറഞ്ഞു ചത്തപോത്ത് എന്ന CD യെ കുറിച്ച്. അന്നും ഞാൻ പറഞ്ഞു നിങ്ങൾ ആ CD ഒന്ന് മനസ്സിലെത്തി കേൾക്കൂ. ആ CD-യിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആപേക്ഷികമായി അഭൗതികമെന്ന് പ്രയോഗിക്കാം. തെറ്റല്ല. പിന്നെ മൂപ്പർക്ക് ഞാൻ പോലും സമ്മതിച്ചു എന്നത് കിട്ടണം. അപ്പൊ അത് സമാധാനത്തിന് നല്ലതാ, തലക്കേടില്ല. ആ തന്ത്രങ്ങൾക്ക് നല്ലത് തന്നെയാണ്. അപ്പൊ ഏതായിരുന്നാലും മനുഷ്യനെ അപേക്ഷിച്ച് അദൃശ്യമാണ്, ആ ഒരു അർത്ഥത്തിൽ അഭൗതികമാണ്, അതിൽ തർക്കമില്ല. അമാനി മൗലവി എഴുതിയിട്ടുണ്ട്, ഇസ്ലാഹി മാസികയിൽ പലപ്പോഴായി വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ വിഷയമായി എന്റേതായി പുറത്തിറങ്ങിയ ഏതെല്ലാം CD-കളുണ്ടോ ആ CD-കളൊക്കെയും അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറ്റസമ്മതമാണ് എന്ന് പറയുന്നത് ന്യായമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ മൂപ്പര് യാ ഇബാദല്ലാ എന്ന നമ്മുടെ ഒരു പ്രവർത്തനം ഇറക്കിയ ഒരു ഫയല്, ആ ഫയലെടുത്തിട്ട് ചെറിയൊരു ദുർവ്യാഖ്യാനം വിഷയാവതത്തിൽ തന്നെ അദ്ദേഹം നടത്തി. എന്താ അതിലുള്ളത്? ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല എന്നാ. മുപ്പക്ക് ഏർപ്പാട് എന്താ മനസ്സിലായിട്ടില്ല. ഏർപ്പാടാക്കിയത് കാരണമാക്കിയിട്ടില്ല എന്നല്ല, സബബല്ല എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണ് എന്നല്ല. പിന്നെ മനുഷ്യനെ സഹായിക്കാൻ അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയിട്ടില്ല.
ഒരു മനുഷ്യൻ കുടുങ്ങിയത് കണ്ടാല് ആ മനുഷ്യൻ സഹായിക്കേണ്ട ഒരു ബാധ്യത ജിന്നിനില്ല. അല്ലാഹ് ജിന്നിനെ ഏൽപ്പിച്ചിട്ടില്ല. ആർക്കാ തർക്കമുള്ളത്? ആർക്കാ സംശയമുള്ളത്? മാത്രമല്ല ഇന്നലെ അയാൾ താഴെ വായിക്കാം. എന്താ താഴെയുള്ളത്? ജിന്നുകളും മനുഷ്യനും തമ്മിൽ കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും കാര്യകാരണ ബന്ധമുള്ള എല്ലാം മതത്തിൽ അനുവദനീയമായി കൊള്ളണമെന്നില്ല. അപ്പൊ മൂപ്പര് തോന്നിയത് വൈരുദ്ധ്യാണ്. ഇത് വൈരുദ്ധ്യാണ്. ജിന്നുകളെ ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര വക ശറഹ്. അപ്പൊ സബബിന് പുറത്താണ്. കുറച്ച് കാലമായി നിങ്ങൾ സബബം കൊണ്ട് നടക്കുന്നത്. ഒരു പുതിയ കണ്ടുപിടുത്തം, ഒരു പുതിയ അസുര്, ഒരു സബബ് എന്ന പേരും പറഞ്ഞിട്ട് രംഗത്തിറങ്ങിയിട്ട് അതും കൊണ്ട് നടക്കാൻ കുറച്ച് കാലമായി. യഥാർത്ഥത്തിൽ ആ സബബിന് ഉള്ളിൽ തന്നെയാണ് ജിന്നും മനുഷ്യനും ഏത് പടപ്പും. അതില്ലാന്ന് ഈ ഫയലിലും ഇല്ല, എന്റെ പ്രസംഗത്തിലും ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല, ഒരാളും പറയുകയുമില്ല. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായി ഇടപെടാൻ പടച്ച റബ്ബിന് മാത്രമേ കഴിയൂ എന്ന് ഈ സമ്മേളനത്തിൽ നടക്കിയ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന പുസ്തകത്തിൽ പോലും പരാമർശിച്ചതാ. അതിനപ്പുറമില്ല. അപ്പൊ പിന്നെ ആരിടപെട്ടാലും ജിന്ന് ഇടപെടുമെന്ന കാര്യത്തിൽ താങ്കൾക്കും എനിക്കും തർക്കമില്ലല്ലോ. ജിന്നും അതേപോലെ മലക്കുകളുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പല രൂപങ്ങളിലായി ഇടപെടുമെന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ലല്ലോ. പക്ഷേ ആ പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞതോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായി ഇടപെടാൻ അള്ളാഹുവിനെ മാത്രമേ കഴിയൂ എന്ന. അപ്പൊ ഈ ഇടപെടലോ കാര്യകാരണ ബന്ധത്തിന് ഉള്ളിൽ തന്നെയാണ്, അതിന് പുറത്തല്ല. ഏതു ജീവി, ഏതു സൃഷ്ടി മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടാലും ആ ഇടപെടൽ മുഴുവനും കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലാണ്, അതിന് പുറത്തല്ല. ഈ അങ്ങോട്ട് വിളിക്കാൻ സബബുണ്ടോ, ഇങ്ങോട്ട് വിളിക്കാൻ സബബുണ്ടോ, അങ്ങോട്ട് പോകാൻ സബബുണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ സബബുണ്ടോ, ഈ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ട് അതിന് സബബാക്കി, ഇതിന് സബബാക്കി, അതിന് സബബാക്കി എന്ന് പറയണമെന്നുണ്ടോ? അത് ഏതാസുര, എവിടുന്നാ കിട്ടിയത്? ആരാ ഇത് പഠിപ്പിച്ചത്? ഇത് അബ്ദുസ്സലാം സ്വലമി കൊണ്ടുവന്ന ഒരു പുത്തൻ വാദമാണ്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മാത്രവുമല്ല, നിങ്ങൾ ഓതിയല്ലോ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. ആ ആയത്ത് ഓതിയിട്ട് ഞാൻ വിചാരിച്ചു സഹാബി വേണം, താബിഈ വേണം, താബിഉ താബിഈ വേണം എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഈ ആയത്തോതിയിട്ട് ഇതാ ഈ ആയത്തടിസ്ഥാനത്തിൽ ഇന്ന സഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഈ പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഉ താബിഈ പറഞ്ഞിരിക്കുന്നു, ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് മൂപ്പര് പറയുന്ന ഞാൻ വിചാരിച്ചത്. എന്റെ വിചാരം തെറ്റിപ്പോയി എന്ന് മാത്രവുമല്ല, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് ബിൻ മറപ്പൂരും ചെറിയ മുണ്ടവും കൂടെ എഴുതിയ പരിഭാഷ, ആ പരിഭാഷയിൽ തന്നെ പ്രത്യേകമായി രേഖപ്പെടുത്തി വെച്ചു. മനുഷ്യൻ വിവിധ വ്യക്തികളെയും ശക്തികളെയും ആരാധിച്ചു പോന്നിട്ടുള്ളത് ആരാധ്യനിൽ നിന്ന് അഭൗതികമായ രീതിയിൽ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പ്രപഞ്ചനാഥനല്ലാത്ത ആരിൽ നിന്ന് അഭൗതികമായ സഹായം പ്രതീക്ഷിക്കുന്നതും അതിനായി പ്രാർത്ഥിക്കുന്നതും ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവത്വത്തിന് വിരുദ്ധമത്രേ. അപ്പോൾ അഭൗതികമായ സഹായം ആരിൽ നിന്ന് പ്രതീക്ഷിച്ചാലും അത് ശിർക്കാണ്, തൗഹീദിനെതിരാണ്, ഏകദൈവ വിശ്വാസത്തിനെതിരാണ്. പക്ഷെ വിചിന്തനം എഴുതിയോ ജിന്നിന്റെ സഹായം അഭൗതികമാണ്, ജിന്നുകളുടെ സഹായം അഭൗതികമാണ്. ഈ നാസർ സുല്ലമി അബ്ദുസ്സലാം സുല്ലമിയിൽ നിന്ന് പഠിച്ച് കാണാതെ പഠിച്ച ആശയം ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശയം, ആ ആശയത്തിന് ഈ നാസർ സുല്ലമി എന്താ വിശദീകരിക്കുന്നത്? ജിന്നിന്റെ സഹായങ്ങള്, ജിന്നിന്റെ കഴിവുകള്, ജിന്നിൽ നിന്നുള്ള മറ്റ് ഉപദ്രവങ്ങള് അതെല്ലാം കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്താണ്, സബബിന് പുറത്താണ് എന്നല്ലേ ഇയാൾ പ്രസംഗിച്ചു കൊടുക്കുന്നത്. ഇത് അബ്ദുസ്സലാം സുല്ലമിയുടെ ഖുർആൻ പരിഭാഷ. അതിൽ അയാൾ എഴുതി, കാരണം ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കുവാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടില്ല. ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടില്ല. അപ്പൊ പിന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാലോ അത് സബബിന് പുറത്തായി, അപ്പൊ ശിർക്കായി എന്ന് അബ്ദുസ്സലാം സുല്ലമി കണ്ടുപിടിച്ചു. ഏതായിരുന്നാലും ആ വാദം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ശിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ശിർക്കായതിന് ആയത്തോതേണ്ട കാര്യമില്ലല്ലോ. ഇൻതദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്ത്, വമൻ അദ്ലു മിമ്മൻ യദ്ഉ എന്ന ആയത്ത് എല്ലാം ശിർക്കായ തേട്ടത്തിന് തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 128ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ
ബഅദുനാ ബിബഅദിൻ. റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്. പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായതിന് 2 ആയത്തോതി, വസീതു ശിർക്കായതിന് 1 ആയത്തും ഓതി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ റബ്ബന ഇസ്തംതാ ബഅദുനാ എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിംതാഉം പെട്ടു, വസീലയായ ഇസ്തിംതാഉം പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് 3 ആയത്ത്, വസീലയായതിന് 1 ആയത്തും. തൽക്കാലം അത് മതിയല്ലോ. ഏതായിരുന്നാലും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതി വെച്ചുവെന്നല്ലാതെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് ഇന്ന സ്വഹാബി പറഞ്ഞുവെന്നോ താബിഈ പറഞ്ഞുവെന്നോ പറഞ്ഞിട്ടില്ല. ഈ തഫ്സീർ വേണോ, ഇങ്ങനെ ആര് വ്യാഖ്യാനിച്ചു എന്നാണോ, ഏത് സ്വഹാബി പറഞ്ഞുവെന്നാണോ ചോദിച്ചോളൂ, അപ്പൊ പറയാം. ബഹുമാനനായ ഫൈസൽ മുസ്ലിയാർ ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട്. മുസ്ലിയാരെ ആയത്ത് മാത്രമല്ല ഓതിയ പോരാ, ഖുർആനും ഹദീസും മൻഹജ് സലഫ് അനുസരിച്ച് താങ്കൾ ഓതിയ ആയത്ത് വയൗമ യഹ്ശുറുഹും ജമീഅൻ യാ മാശറൽ ജിന്നി എന്ന് തുടങ്ങി റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗന അല്ലദീ അജ്ജൽത ലനാ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്? എൻ്റെ ചോദ്യമല്ല. താങ്കൾ ആയത്ത് ഓതിയാൽ പോരാ, ആ ആയത്ത് താങ്കളുടെ തൊള്ളയിൽ തോന്നുന്ന, താങ്കൾക്ക് തോന്നുന്ന രീതിയിലുള്ള വ്യാഖ്യാനം പോരാ. വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്തിന് തന്നെയാണ് ആ തീരുമാനം വിരുദ്ധം. ആ ഒരു ആയത്തിന് മാത്രമല്ല, ഒരുപാട് ആയത്തുകൾക്ക് അല്ല, വിശുദ്ധ ഖുർആന്റെ മൊത്തം അധ്യാപനത്തിന് തന്നെ വിരുദ്ധമാണ് ആ തീരുമാനം. കാരണം ഖുർആൻ എവിടെയും ജിന്നുകളോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന്, മുത്തലഖൻ ശിർക്കാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല. ജിന്നുകളോട് എന്ത് ചോദിച്ചാലും, ഏത് സുആലും ഏത് ചോദ്യവും ശിർക്കാണ് എന്ന് ഖുർആൻ എവിടെയുമില്ല, ഹദീസിൽ എവിടെയുമില്ല. അതുകൊണ്ട് ഖുർആനും ഹദീസും പഠിപ്പിക്കാത്ത ഒരു പുതിയ വാദമാണത്. KM മൊഴി തുടങ്ങി വെച്ച, KM മൊഴി നേതൃത്വം നൽകിയ അദ്ദേഹം മുമ്പിൽ നിന്ന് ആ KJU അതിൽ പറഞ്ഞ ആശയത്തിന് വിരുദ്ധം കൂടിയാണത്. അദ്ദുആ വൽ ഇബാദ എന്ന KM മൊഴിയുടെ ഈ പുസ്തകം ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ജിന്നോട് ചോദ്യം എപ്പോഴാണ് ശിർക്കാവുക, എപ്പോഴാ അല്ലാത്തത് എന്ന്. ആ തീരുമാനത്തിന് ഒന്നാമത്തെ KNM പ്രസിഡന്റിന്റെ, KJUവിന്റെ സ്ഥാപകന്റെ, KJUവിൽ ആദ്യമായി പുറത്തിറക്കിയ അദ്ദുആ വൽ ഇബാദ എന്ന ഈ പുസ്തകത്തിന്റെ ആദർശത്തിനും വിരുദ്ധമാണ്. അപ്പോൾ രണ്ടിനും ഞാൻ ആയത്തോതി, വസീലയായതിനുണ്ടോ ആയത്തുണ്ടോ എന്നാണ് ഓതി. റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്ത് നാസസുലമി ഓതിയതുപോലെ ഇസ്തംതഅ അല്ലദി എന്നല്ല, റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്നാണ് വന്നത്. അതിന് ഇനി വസീലയായതുണ്ടോ, ശിർക്ക് അല്ലാത്തതുണ്ടോ, ഹറാമായതുണ്ടോ എന്നാണോ ഞാൻ ചോദിക്കുന്നില്ല, എന്റെ ചോദ്യമല്ല എന്ന നിങ്ങൾ ചോദിക്കൂ, അപ്പൊ പറയാം. ഏത് സ്വഹാബിയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ, ഏത് താബിഇയാ പറഞ്ഞത് നിങ്ങൾ ചോദിക്കൂ. ഞാൻ പറഞ്ഞതിനാം എണ്ണി എണ്ണി പറയാം. ഇന്ന സ്വഹാബി പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഇ പറഞ്ഞിരിക്കുന്നു, ഇന്ന താബിഇ പറഞ്ഞിരിക്കുന്നു, ഇന്ന തഫ്സീലുണ്ട് എന്ന് വെറുതെയല്ല കിതാബുമായി വന്നത്. എൻ്റെ ബഹുമാനനായ ഫൈസൽ മുസ്ലിയാരെ, താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കൾ ഓതിയ ആയത്തിന് ആരാണ് അങ്ങനെ മനസ്സിലാക്കിയത്, ഏത് സഹാബിയാണ് മനസ്സിലാക്കിയത് തന്നെ ചോദിച്ചത്. മനസ്സിലല്ലേ? റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ എന്ന ആയത്തിന് അതിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന് ഏത് സഹാബി മനസ്സിലാക്കി, ഏത് താബി മനസ്സിലാക്കി, ഏത് തബഉ താബി മനസ്സിലാക്കി? എന്താ മുൻഗാമികൾ പറഞ്ഞത്? ഇമാം ഖുർത്തുബിയുടെ തഫ്സീറാ വായിക്കുന്നത്. നീ ഏതാണെന്ന് അറിയാൻ ഖുർത്തുബി പറയുന്നു ഏതൊക്കെയാണ് ഈ ഇസ്തിംതാ, ഈ പറഞ്ഞ അമാനി വഴി പറഞ്ഞ ആ വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തു. ശേഷം പറയുന്നു അത് മാത്രമല്ല ഇസ്തിംതാ, പിന്നെന്താ ഇസ്തിംതാ? വതലദ്ദുൽ ഇൻസി ബിഖബൂലിഹിം മിനൽ ജിന്നി ഹത്താ സനൗ വശരിബുൽ ഖുമൂറ ബിഇഗ്വാഇൽ ജിന്നി ഇയ്യാഹും. ജിന്നുകളുടെ പ്രേരണക്ക് വഴങ്ങി മനുഷ്യന്മാർ മദ്യപിക്കുന്നു, അത് ഇസ്തിംതാ ആണ്. ജിന്നിന്റെ പ്രേരണക്ക് വഴങ്ങി മനുഷ്യന്മാർ വ്യഭിചരിക്കുന്നു, അത് ഇസ്തിംതാ ആണ്. ജിന്നിന്റെ പ്രേരണക്ക് വഴങ്ങി സിഹറും കഹാനത്തുമായി പോകുന്നു, അതും ഇസ്തിംതാ ആണ്. അപ്പോൾ ഇസ്തിംതാ പല രൂപത്തിലുണ്ട്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഇസ്തിംതാ വിശദീകരിച്ചപ്പോൾ ഏത് സ്വഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ,
അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാ. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ? തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം, പക്ഷെ തിരിച്ചു തരണം എന്നേ ഉള്ളൂ. അത്തരം മൂന്നാമത്തെ ചോദ്യവും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എല്ലാത്തിനും ഉത്തരമുണ്ട്. എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ ചോദിക്ക്, ഈ രണ്ട് ചോദ്യം ബാക്കിയില്ലേ, നിങ്ങൾ ചോദിച്ചു കിട്ടാൻ കാത്തിക്കാൻ നിങ്ങൾ പറയാണ്. അപ്പൊ ഏതായിരുന്നാലും മദ്യപാനം വരെ ഇസ്തിംതാഇൽ പറഞ്ഞു, വ്യഭിചാരം വരെ ഇസ്തിംതാഇൽ പറഞ്ഞു. അത് ശിർക്കാണോ? നിങ്ങൾ പറയോ മദ്യപിച്ചാലും ശിർക്ക്, വ്യഭിചരിച്ചാലും ശിർക്ക് എന്ന് നിങ്ങൾ പറയോ? സുല്ലമി പറഞ്ഞൂടെ? ഇല്ല. ഏതായിരുന്നാലും ഹംസബാക്കയും കായക്കൂടെ അടുത്തുള്ളതുകൊണ്ട് അത് പറയാൻ സമ്മതിക്കില്ല, നമുക്കറിയാം. അപ്പൊ ഇസ്തിംതാഇൽ പല സൈസ് ഉണ്ട്. അതാണ് റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ. ആ ആയത്തിലൂടെ നിങ്ങളെ സബവാദം പൊളിഞ്ഞു. ആ ആയത്തിലൂടെ ഇസ്തിംതാ ഉണ്ട് എന്ന് കിട്ടി, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. അപ്പോഴല്ലേ ഇസ്തിംതാഴ് കായക്കൂടെ ചോദിച്ചാൽ മതി. എന്താ കായക്കൂടെ ഇസ്തംതഅ എന്ന ആ ഒരു ബാബ് എങ്ങനെ അർത്ഥം വെക്കുക അവിടെ ചോദിച്ചാൽ മതി. അപ്പൊ കിട്ടും. അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്, അങ്ങോട്ടുള്ള എല്ലാം ശിർക്ക് ഇങ്ങോട്ടുള്ള എല്ലാം ശിർക്ക് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ല. അപ്പൊ ഇസ്തിംതാഴ് പലതരമുണ്ട്. ആ ഇസ്തിംതാഴിന്റെ ഒരു വകുപ്പാണ് ഇസ്തിആനത്തും. ആ ഇസ്തിആനത്തിലും ഇത്തരമുണ്ട്. മാത്രവുമല്ല ഈ ഇസ്തിംതാഴിന്റെ അസ്ല് തന്നെ ഹറാമാണ്. ഇസ്തിംതാഴിന്റെ അസ്ല് ശിർക്കല്ല, ഇസ്തിംതാഴിന്റെ അസ്ല് ഹറാമാണ് എന്നല്ലേ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ ഒരു ചോദ്യങ്ങള് നിങ്ങൾ കൊണ്ടുവന്ന ചോദ്യങ്ങള് അത് വളരെ കൃത്യമായി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നുണ പറഞ്ഞിട്ട് തെളിഞ്ഞ് വിചാരിക്കണ്ട. ആയത്ത് ഇങ്ങനെ ഓതി പറഞ്ഞ സമാധാനത്തിൽ നല്ലതാ, പക്ഷെ ആയത്ത് ഓതിയാ പോരാ. നിങ്ങൾ ഇയ്യാക്കാനബ് ഓതിയല്ലോ, ഇൻഷാ അല്ലാഹ് എന്റെ ചോദ്യ സമയത്ത് ഞാൻ ചോദിച്ചരാ. നിങ്ങളെ ഇയ്യാക്കാനബ് ഓതിയ കോലം ഞാൻ പിടിച്ചരാ. നിങ്ങൾ എങ്ങനെ ഓതിയത്, എന്തർത്ഥം വെച്ചത് എന്റെ സമയത്ത് ഞാൻ ചോദിക്കും. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ തയ്യാറായിക്കോളി. അപ്പൊ അതുകൊണ്ട് ആയത്താണ് ഓതി രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. ഇയ്യാക്കാനബ് മാത്രം മതി ശിർക്കും വസീലയും തെളിയാൻ. രണ്ടും പഠിപ്പിക്കാൻ ആ ഒരൊറ്റ ആയത്ത് മതി. അല്ലാഹ്ക്ക് മാത്രം പോകേണ്ടത് ഏതാണോ അതല്ലാത്തതിലേക്ക് പോയാൽ ശിർക്ക് തന്നെയാണ്. അല്ലാത്ത പോയാലോ ജായിസായതുണ്ടാകും, ഹലാലുണ്ടാകും, ഹറാമുണ്ടാവും, പല സൈസ് ഉണ്ടാവും. അത് ആരോട് എന്തിന് എപ്പോൾ എങ്ങനെ എവിടുന്ന് ചോദിക്കുന്നു എന്ന മാനദണ്ഡം അനുസരിച്ച് പല കോലത്തിൽ വരും. അല്ലാതെ മൂപ്പര് വിചാരിച്ചത് ആവനെന്ന് കണ്ടപ്പോ ആരോട് എന്തും ചോദിക്കാതെ ഇല്ല സുല്ലമി അങ്ങനെ ചോദിക്കാൻ പറ്റൂല. അതിനും വകുപ്പുണ്ട്. മനുഷ്യനാണ് വിചാരിച്ചിട്ട് എന്തും ചോദിക്കാൻ പറ്റൂല, അതിനും നിയമമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും 3 ചോദ്യമാണ് ചോദിച്ചത്. 3 മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു. സ്വഹാബിയെ ചോദിച്ചു, സ്വഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട, വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. പോട്ടെ, ഖുർത്തുബിയുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഖുർത്തുബിയുമായി വാ, എന്റെ മുമ്പിൽ വെച്ച് വായിക്കാൻ വാ, എന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് വായിക്കാൻ വാ. ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകനെ, ഞങ്ങൾ നിശ്ചയിക്കുന്ന പ്രവർത്തകന്റെ മുമ്പിൽ വായിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ വാ. എവിടെയാണ് ഖുർത്തുബി ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞത്? കാണിക്കാൻ കഴിയില്ല. ഈ ആയത്തോടിയ മുസ്ലിയാര് നിന്റെ പേരിൽ കളവ് പറഞ്ഞവനാണ്. ആ മുസ്ലിയാര് ഇബ്നു അബ്ബാസിന്റെ പേരിലും കളവ് പറഞ്ഞിരിക്കുന്നു. ഇബ്നു അബ്ബാസിന്റെ വാചകം ഉദ്ധരിച്ചത് ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. 1. 2 ആ വാചകത്തില് ഇസ്തിആനത്തുണ്ടിൽ ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്തു ശിർക്കാണെന്ന് മുസ്ലിയാര് വാദിച്ച പോലെ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല. എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന് ഞാൻ വെല്ലുവിളിക്കുമ്പോൾ സുഖമില്ലാതെ കിടന്നപ്പോൾ വിളിച്ചു എന്ന് നാളെ പറയണ്ട. ഇന്നലെ ആക്രോശിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നത് പറയുന്നത്. ഇനി എന്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യമില്ലെങ്കിൽ ആ മറഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് ആ ബൈലക്സിലൂടെയെങ്കിലും ഒന്ന് പറ. എവിടെയാണ് ഇബ്നു അബ്ബാസിന്റെ വാചകം? ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞ വാചകം വായിക്കൂ. ജനങ്ങളൊന്ന് കേൾക്കട്ടെ, അറബി അറിയുന്നവർ മനസ്സിലാക്കട്ടെ. സഹാബത്തിന്റെ പേരിലും കളവോ, ഇബ്നു അബ്ബാസിന്റെ പേരിൽ കളവോ? അവിടെയും നിന്നില്ല. അറിയും പിന്നെ
ആശാരിശിയെയും കടിച്ച് പിന്നെയും ശ്വാനൻ മുന്നോട്ടെന്ന് പറഞ്ഞതുപോലെ ഈ ശ്വാനൻ വീണ്ടും മുന്നോട്ടാണ് പോകുന്നത്. അതാ പോകുന്ന ഖുർത്തുബിയുടെ പിന്നാലെ. എന്നിട്ട് പറയുന്നു, ഖുർത്തുബിയും പറഞ്ഞു, എടോ ഖുർത്തുബി പറഞ്ഞത് നിനക്കറിയുമോ? വായിച്ചു മനസ്സിലാക്കാൻ കഴിയുമോ? കഴിയുമെങ്കിലൊന്ന് വായിച്ചർത്ഥം പറ. അതിൽ ഏത് വാക്കിനാണ്, ഏത് വാചകത്തിനാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കാണ് എന്ന വാചകം അതിൽ ഏതാണ്? അതൊന്ന് തൊട്ട് കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കാണിക്ക്. മുന്നിലേക്ക് വരാൻ ധൈര്യമില്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ധൈര്യത്തിലൂടെയെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് വായിച്ചു കൊടുക്ക്. എന്താ മുൻഗാമികൾ പറഞ്ഞത്? ഇമാം ഖുർത്തുബിയുടെ തഫ്സീറാ വായിക്കുന്നത്. നീ ഏതാണെന്ന് അറിയാറാവണ്ട. ഖുർത്തുബി പറയുന്നു, ഏതൊക്കെയാണ് ഈ ഇസ്തിംതാഅ്, ഈ പറഞ്ഞ അമാനി വഴി പറഞ്ഞ ആ വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തു. ശേഷം പറയുന്നു, അത് മാത്രമല്ല ഇസ്തിംതാഅ്, പിന്നെന്താ ഇസ്തിംതാഅ്? വതലദ്ദുൽ ഇൻസി ബിഖബൂലിഹിം മിനൽ ജിന്നി ഹത്താ സനൗ വശരിബുൽ ഖുമൂറ ബിഇഗ്വാഇൽ ജിന്നി ഇയ്യാഹും. ജിന്നുകളുടെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ മദ്യപിക്കുന്നു, അത് ഇസ്തിംതാഅ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി മനുഷ്യന്മാർ വ്യഭിചരിക്കുന്നു, അത് ഇസ്തിംതാഅ്. ജിന്നിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി സിഹറും കഹാനത്തുമായി പോകുന്നു, അതും ഇസ്തിംതാഅ്. അപ്പോൾ ഇസ്തിംതാഅ് പല രൂപത്തിലുണ്ട്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഇസ്തിംതാഅ് വിശദീകരിച്ചപ്പോൾ ഏത് സ്വഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാ. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ? തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം, പക്ഷെ തിരിച്ചു തരണം എന്നേ ഉള്ളൂ. വ്യക്തമായ നാടുനീള വ്യാപകമായ പ്രചാരണങ്ങൾ വന്നു. ആയത്ത് വ്യാഖ്യാനിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകളും ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളുമായി പലരും പോയി. അവർ അവാർഡ് പോലും പ്രഖ്യാപിച്ചു. പക്ഷേ കോഴിച്ചിറ സംവാദത്തിന്റെ മാസങ്ങൾ മുമ്പേ തന്നെ നാം തുടങ്ങി വെച്ച മുഖാമുഖം എന്ന ആദർശ പ്രബോധന വീതിയിൽ എത്ര വേദികളിൽ ഈ ആയത്ത് നമ്മൾ ഉന്നയിച്ചു. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പുസ്തകത്തിൽ ഈ ആയത്ത് നൽകിയ വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചു. ഖുർആൻ വ്യാഖ്യാതാക്കൾ തങ്ങളുടെ തഫ്സീറുകൾ ഉദ്ധരിച്ച ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നാം ഒരുപാട് വേദിയിൽ വിശദീകരിച്ചു. എന്നിട്ട് അവിടെയൊന്നും പറയാത്ത ചില പുതിയ നയങ്ങളുമായി തന്ത്രങ്ങളുമായി കടന്നു വന്ന് ദുർവ്യാഖ്യാനിച്ചുവെന്ന് പറയുന്ന ആളുകൾ, അവരോട് സൂചിപ്പിക്കാനുള്ളത്, ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്നാണോ കൃത്യമായി തെളിയിച്ചാൽ ഇനിയും അത് ഏറ്റുപറയാൻ, അത് തിരുത്താൻ തയ്യാറാണ്. പക്ഷേ ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. അതുകൊണ്ട് ഈ വലിയ ജനാവലിയെ സാക്ഷിയാക്കി പറയട്ടെ, ആ ഒരു ആയത്തിന് ഈ ഉള്ള ഞാനോ ഇവിടെ കൂടിയ ഈ പ്രബോധകന്മാരോ പണ്ഡിതന്മാരോ ഈ കൂടിയ മുജാഹിദുകളോ KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും ഈ പ്രവർത്തകന്മാരാരെങ്കിലും മനസ്സിലാക്കി വെച്ച ആ ആശയം തെറ്റാണ് എന്ന് ഇനിയും പറയാൻ വല്ലവർക്കുമാകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരുമായി വീണ്ടും ആ ആയത്ത് വിഷയത്തിൽ മാത്രം ഒരു സംവാദത്തിന് ഞങ്ങളെല്ലാം ഒരുക്കമാണ് എന്ന് പലപ്പോഴും പറഞ്ഞത് ഇനിയും ആവർത്തിക്കുകയാണ്. സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി വരട്ടെ. കാരണം അതിനിടയിൽ പിന്നെ വരാൻ വേറെ ആളില്ലല്ലോ. ആകെയുള്ളത് നാസർ സുല്ലമിയായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെയുള്ള ഹനീഫ് കായിക്കൊടിയോ പിന്നെയുള്ള ഹംസബാക്കവിയോ, അത് ഹനീഫ് കായിക്കൊടിക്ക് കിതാബ് എടുത്തു കൊടുക്കാൻ വന്ന ചില സഹായികൾ മാത്രമാണല്ലോ. അതുകൊണ്ട് പിന്നെ ഇനി നാസർ സുല്ലമി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അബ്ദുറഹ്മാൻ സലഫിയാണല്ലോ. ലക്ഷക്കണക്കായ മുജാഹിദുകളെ സാക്ഷിയാക്കി പരസ്യമായ വേദിയിൽ വെച്ച് ആ ഒരു ആയത്ത് വെച്ചിട്ട് സംവാദം നടത്താൻ ഈ ഉള്ളവൻ തയ്യാറാണ് എന്നുകൂടി ഈ വേദിയെ സാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയാണ്. ദുരാരോപണമായി ഇറങ്ങിയാ പോരാ, ദുർവ്യാഖ്യാനിച്ചുവെന്ന് പ്രചരിപ്പിച്ചാ പോരാ, തെളിയിക്കപ്പെടേണ്ടതുണ്ട്, സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്.
അവരുടെ കൂട്ടത്തിൽ പണം നൽകിയും അതല്ലാത്ത പ്രചോദനം നൽകിയും ഈ വാദത്തെ ന്യായീകരിക്കുവാൻ വിദേശ പണ്ഡിതന്മാരുടെ ഒത്താശ കൂടി വാങ്ങിക്കൊടുത്ത ഒരു പണ്ഡിതനാണ് PN അബ്ദുൽ ലത്തീഫ് മദനി. ആ PN അബ്ദുൽ ലത്തീഫ് മദനി വരട്ടെ, വാദപ്രതിവാദത്തിന് ഒന്നാമതായി ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ്. തൊട്ടു പിന്നാലെ വരട്ടെ, നാടുനീളെ പാടി പറഞ്ഞു നടക്കുന്ന ഇവിടെ വെച്ച് ഈ മണൽത്തരികളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ആ ഫൈസൽ മുസ്ലിയാരുടെ വെല്ലുവിളി സ്വീകരിക്കണമെന്ന് മേലൊപ്പിട്ട് കൊടുത്ത ഹുസൈൻ സലഫി വരട്ടെ, വാദപ്രതിവാദത്തിന് ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ സൈലന്റായി പിന്നിലൂടെ നടക്കുന്ന KK സക്കരിയ സ്വലാഹി വരട്ടെ, അദ്ദേഹത്തിന്റെ സംവാദത്തിന് വെല്ലുവിളിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വിളിക്കട്ടെ. ആ വിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ പിന്നാലെ വരട്ടെ അവസാനം വന്ന സൈദ്ധാന്തികൻ ഫൈസൽ മുസ്ലിയാർ, ആ ഫൈസൽ മുസ്ലിയാരുടെ വെല്ലുവിളിയും സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തി, ഇതിന്റെ തീരത്തെ ഈ മണൽത്തരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇവിടെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്, ഓരോ മുജാഹിദ് പ്രവർത്തകനെയും സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ 6 മാസത്തിനിടയിൽ എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ചു, പക്ഷേ പ്രതികരിച്ചില്ല. അവിടെയൊന്നും വന്നില്ല. പല ന്യായങ്ങൾ പറഞ്ഞു. അയാൾ ചോദിച്ചു, എന്തിനാണ് ഒരു വ്യക്തിന്റെ പിന്നാലെ കൂടുന്നത്? വ്യക്തികൾ തമ്മിലാണോ നടത്തേണ്ടത്? സംഘടനകൾ തമ്മിൽ നടത്തട്ടെ. മൂപ്പർക്കറിയാലോ നമ്മൾ എളുപ്പമില്ല എന്നുള്ളത്. നമ്മൾ പറ്റൂല. ഇവിടെ അബ്ദുറഹ്മാൻ സലഫി വരണം, കിതാബ് എടുത്തൊരു കാര്യം വന്നോട്ടെ. കോഴിച്ചേരി ആശ്വാസത്തിന് വന്നതുപോലെ ഇവിടെ സലഫി വരണം. വെല്ലുവിളിച്ചപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ എടവണ്ണയിൽ വെച്ചാകാം, പത്തപ്പുരത്ത് വെച്ചാകാം, അരീക്കോട് വെച്ചാകാം, പുളിക്കലിൽ വെച്ചാകാം, പരസ്യമായ സംവാദമാകാം. അതെ, ഈ പത്തപ്പുരത്തും ഞാൻ ആവർത്തിക്കുന്നു. ചോദിച്ചു നോക്കി ഉണ്ടോന്ന് ചോദിച്ചു നോക്കി. ഇപ്പൊ മൂപ്പർക്ക് എന്താ ഉണ്ട്. പക്ഷേ വ്യവസ്ഥയിലാണ് സക്കരിയാസുരായും വരണം, PN വരണം, ഹുസൈൻ സലഫിയും വരണം, ഫൈസൽ മുസ്ലിയാരും വന്നോട്ടെ. ഇവിടുന്ന് ആരാ വേണ്ടി മൂപ്പർ നിശ്ചയിക്കുക, അവിടുന്ന് ആരാ വേണ്ടി അതുപോലെ നിശ്ചയിക്കുക. അപ്പണി പറ്റൂല. ഞാനായത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേന്നാണല്ലോ, ഞാനായത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേന്നാണല്ലോ. അതിന് അബ്ദുറഹ്മാൻ സലഫി വരണം. ഇപ്പതാ അൽഹംദുലില്ലാഹ് കത്തും കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പൊ ഇൻഷാ അല്ലാഹ് നടക്കുന്നു പ്രതീക്ഷിക്കുക. പ്രിയപ്പെട്ട ഫൈസൽ മുസ്ലിയാർക്ക് അസ്സലാമു അലൈക്കും. സംവാദ താങ്കളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അബ്ദുറഹ്മാൻ സലഫിയെ പങ്കെടുപ്പിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ്. അദ്ദേഹത്തെ സ്വദേശമായ പത്തപ്പുരത്ത് വെച്ച് തന്നെ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. കഴിയുമെങ്കിൽ താങ്കൾക്ക് സൗകര്യപ്രദമായ 3 തീയതികൾ ഇവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുക. സൗകര്യപ്രദമായ ദിവസം വ്യവസ്ഥ തയ്യാറാക്കി സംവാദം നടത്താവുന്നതാണ്. ആ അവസാന വാചകങ്ങൾ ഒഴിവാക്കി കളി, ബാക്കി ഒക്കെ റെഡി, ബാക്കിയെല്ലാം റെഡി. നാളെ വേണോ? നാളെ നടത്താം, കുഴപ്പമില്ല. നാളെ നടത്താം, മറ്റന്നാൾ നടത്താം. അതിനടുത്ത 3 ദിവസമായല്ലോ, റെഡി. വ്യവസ്ഥ നമ്മുടെ കയ്യിലുണ്ട്. ഏതാ വ്യവസ്ഥ? കോഴിച്ച സംവാദ വ്യവസ്ഥ. അവിടെയല്ലേ ദുർവ്യാഖ്യാനിച്ചത്? കോഴിച്ച സംവാദ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരമാകാം. ഇനി അല്ല, ഇവിടെ ഇടവണ്ണക്കടുത്ത് പന്നിപ്പാറ വെച്ച് നടത്തിയ സംവാദമുണ്ടല്ലോ സാലിഷ്യമായി, ആ വ്യവസ്ഥയുണ്ട്, അതുമാകാം. രണ്ടായാലും വിരോധമില്ല. അതിൽ മാറ്റങ്ങൾ വേണോ? വല്ല മാറ്റം ആവശ്യമുണ്ടോ? എഴുതി കൊടുത്തേച്ചോളൂ, ഇപ്പൊ തന്നെ നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പത്തപ്പുരത്ത് ISMകാര് ഏറ്റെടുത്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ തയ്യാറാണ്. അബ്ദുറഹ്മാൻ സലഫിയും ഞാനും തമ്മിൽ ഈ പത്തപ്പുരത്ത് വെച്ച് പരസ്യമായ വേദിയിലാണെങ്കിൽ അങ്ങനെ, അല്ലാതെയാണെങ്കിൽ അങ്ങനെ, രണ്ടായാലും വിരോധമില്ല. വ്യവസ്ഥ കോഴിച്ച സംവാദത്തിന്റെ വ്യവസ്ഥ, അല്ലെങ്കിൽ പന്നിപ്പാറ സംവാദത്തിന്റെ വ്യവസ്ഥ. അതിൽ വല്ല തിരുത്തും ആവശ്യമുണ്ടോ അറിയിച്ചാൽ മതി, അത് പ്രകാരം നടത്താം. നാളെ, മറ്റന്നാള്, അതിനടുത്ത ദിവസം 3 ദിവസം പറഞ്ഞു. ഇനി ആ ദിവസം പറ്റൂലേ അറിയിച്ചാൽ മതി. നാളെ 17-ാം തീയതി, 18-ാം തീയതി, 19-ാം തീയതി, 20-ാം തീയതി എനിക്ക് പ്രോഗ്രാം ഉണ്ട്. 21 വേണമെങ്കിൽ നമ്മൾ പറ്റും ചെയ്യും. 21 വേണമെങ്കിൽ പറ്റും.
ഇനി അതൊന്നുമല്ലാത്ത ഡേറ്റ് ആണോ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പറഞ്ഞോളി വെക്കാം. നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് ഒഴിവ് ഉണ്ടാക്കിയിട്ട് ഞാൻ വരും. നീ കോഴിച്ചണയുടെ വ്യവസ്ഥയോ ഞാനും നാസസുല്ലമയും ഒന്നിച്ചുണ്ടാക്കിയ വ്യവസ്ഥയാണ്. അവിടെ നേരത്തെ പറഞ്ഞ വട്ടപ്പൂജം നാണി ഹാജി ഉണ്ടായിരുന്നു, അതേപോലെ KC അയ്യൂബ് സാഹിബ് ഉണ്ടായിരുന്നു മധ്യസ്ഥന്മാരായിട്ട്. ഞാനും നാസസുല്ലമി ഒന്നിച്ചുണ്ടാക്കിയ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ എടുക്കാൻ നമുക്ക്. പക്ഷെ വിഷയം ഇതായിരിക്കണം. ഏത്? ഈ കത്തിൽ പറഞ്ഞ ആയത്ത് ദുർവ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട വിഷയം. അവിടുത്തെ വിഷയം ഇസ്തിആനത്താണ്. ഇവിടുത്തെ വിഷയം ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ എന്നതാണ്. അവിടെ സംസാരം ഞാനും നാസസുല്ലമിയുമാണ്, ഇവിടെ സംസാരം ഞാനും അബ്ദുറഹ്മാൻ സലഫിയുമാണ്. ബാക്കി പ്രശ്നമൊന്നുമില്ല. അത്ര വ്യത്യാസമുള്ളൂ. ആ വ്യവസ്ഥയിലെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ വിഷയം ഇസ്തിആനത്ത്, ഇവിടെ വിഷയം ആയത്ത് ദുർവ്യാഖ്യാനിച്ചോ ഇല്ലേ. അതാണോ നിങ്ങളുടെ വെല്ലുവിളി. താങ്കളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ആ വെല്ലുവിളിയാണിത്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഈ പല ഡേറ്റ് അല്ലാത്ത ഡേറ്റ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ വേണമെങ്കിൽ എഴുതി കൊടുത്തേച്ചാൽ നമുക്ക് ഇപ്പൊ തീരുമാനമാക്കാം. ഏട്ടം ഇസ്തിംദാ ആണ്. ഡേറ്റ് ഇട്ടിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ ഇസ്തിംദായിൽപ്പെട്ടാണ് ഇസ്തിആനത്ത്. ആ ഇസ്തിആനത്തിന് പല സൈസുണ്ട്. ഹറാമുണ്ട്, അതേപോലാത്തുണ്ട്. ഫൈസൽ ശേഖ് അസ്സലാമു അലൈക്കും. 25/11/2013 രാവിലെ വ്യവസ്ഥ നിശ്ചയിക്കുക. കണ്ടങ്ങള് വ്യവസ്ഥ അവിടെ നിൽക്കട്ടെ. അത് നിശ്ചയിച്ചു കഴിഞ്ഞു. എന്നിട്ടോ അന്ന് തന്നെ ഉച്ചക്ക് ശേഷം സംവാദം നടത്താം. റെഡി? അത് ഏറ്റെടുത്തു. 25-ാം തീയതി ഉച്ചക്ക് ശേഷം ഇൻഷാ അല്ലാഹ് പത്തപ്പിയത്ത് വെച്ച് ഞാനും അബ്ദുറഹ്മാൻ സലഫിയും സംവാദം നടക്കും. വ്യവസ്ഥ ഇപ്പോഴേ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. പത്തപ്പിയത്ത് നടത്തുന്നതിന് പത്തപ്പിയത്ത് വെച്ച് വ്യവസ്ഥ നിശ്ചയിക്കണം. അതുകൊണ്ട് 25/11/2013 തന്നെ വ്യവസ്ഥ നിശ്ചയിക്കുക. അന്ന് തന്നെ സംവാദം നടത്തുക. ഇനി ദയവായി പിന്തിരിയരുത്. മനസ്സിലായില്ലേ? ലൈവായി കിട്ടി. ഇതാണ് കുതന്ത്രം. ഇത് സാക്ഷാൽ ഖുറാഫി തന്ത്രം. ഇത് കുബൂരി തന്ത്രമാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് ഒരു 5-8 മാസം നടക്കുന്ന സംഗതിക്ക് ഇപ്പോൾ തീരുമാനമാവുകയാണ്. 2013 മാർച്ച് 13 മുതൽ തുടങ്ങിയതാണ് ഈ ആരോപണം. ഇപ്പൊ നവംബർ 16 എത്തിയപ്പോൾ ഇതാ പത്തപ്പിയത്തുകാർ തന്നെ സലഫിയെ കൊണ്ട് റെഡിയായിരിക്കുന്നു. അൽഹംദുലില്ലാഹ് വളരെ നല്ല തീരുമാനം. അതുകൊണ്ട് ISM കമ്മിറ്റി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകണം. അതിന് പിന്മാറരുത് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ CD ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലായിടത്തും എത്തിക്കണം. ഇത് എല്ലായിടത്തും എത്തട്ടെ, എല്ലാവരും അറിയട്ടെ റെഡി ആയിട്ടുണ്ട് എന്ന വിഷയം മാലോകൻ അറിയട്ടെ. എന്നൊരു പരസ്യമായി പത്തപ്പിയത്താകുമ്പോൾ പോയി വേറെ ഒരു പ്രശ്നമില്ല, ഖുറാഫികളെ പേടിക്കാനുമില്ല, നമ്മളെ കാര്യമായിട്ടുള്ളൂ. അതുകൊണ്ട് പരസ്യമായി ഇവിടുത്തെ എല്ലാവരും കേൾക്കാം. അതിന് ഇടവണ്ണക്കാരും മുതായിക്കാരും ഒക്കെ വന്നോട്ടെ, കുഴപ്പമില്ല, എത്ര ആളും വന്നോട്ടെ. പരസ്യമായി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതേപോലെ വേദി ഒരുക്കി നമുക്ക് വിഷയം ചർച്ച ചെയ്യാം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ്. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മൾ നിശ്ചയിച്ച പ്രകാരം സംവാദം ആരംഭിക്കുകയാണ്. അബ്ദുറഹ്മാൻ സലഫിയും ഫൈസൽ മുസ്ലിയാരും മാത്രമാണ് ഈ സംവാദത്തിൽ സംസാരിക്കുക. 5 വീതം പണ്ഡിതന്മാരെ സഹായികളായി കൂട്ടാൻ 2 കൂട്ടർക്കും, പത്തപ്പിരിയത്തുകാരായ 15 വീതം പ്രവർത്തകർക്ക് മാത്രമാണ് ഹാളിലേക്ക് പ്രവേശനം. മധ്യസ്ഥന്മാരായ ഞങ്ങൾക്ക് 2 പേർക്ക് 5 മിനിറ്റ് വീതം സംസാരിക്കാം. 40 മിനിറ്റ് വീതം വിഷയാവതരണം, പിന്നീട് 25 മിനിറ്റ് വീതം, പിന്നീട് 15 മിനിറ്റ് വീതം, പിന്നീട് 3 മിനിറ്റ് വീതം ചോദ്യം, 5 മിനിറ്റ് വീതം ഉത്തരം, സമാപനം 10 മിനിറ്റ്. ആകെ സംവാദ സമയം 4 മണിക്കൂർ 30 മിനിറ്റാണ്. 3 പ്രാവശ്യം ടോസ് ഇട്ടിട്ടാണ് ആദ്യം ആര് സംസാരിക്കണമെന്ന് തീരുമാനിക്കുക. ഒന്നും പറയേണ്ടതില്ല, നമ്മുടെ മനസ്സിലൊരു മുൻവിധിയും ഉണ്ടാകരുത്. എൻ്റെ കക്ഷി വിജയിക്കട്ടെ എന്ന ഒരു ചിന്ത പോലും നമ്മുടെ ഒരാളുടെ മനസ്സിലും ഉണ്ടാകരുത്. മറിച്ച് സത്യത്തിൻ്റെ കക്ഷി വിജയിക്കട്ടെ, സത്യം തെളിഞ്ഞു വരട്ടെ എന്ന ഒരു ചിന്താഗതി മാത്രമേ നമ്മുടെ മനസ്സിൽ ഈ സമയത്ത് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സംവാദത്തിലെ വിഷയം കോഴിച്ചന സംവാദത്തിൽ സൂറത്ത് അൻആമിലെ 128-ാം ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവോ ഇല്ലയോ എന്നതാണ്. ഇനി 5 മിനിറ്റ് നാണി ഹാജി സംസാരിക്കും. സത്യം മനസ്സിലാക്കാനും അതുപോലെ തന്നെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ഉള്ള ഏറ്റവും നല്ല ഒരു അവസരമായിട്ട് ഈ സംവാദത്തെ നമ്മൾ കാണണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സദസ്സിൽ രണ്ട് ഭാഗത്തു നിന്നും 15 വീതം ആളുകളാണ്, പത്യപ്പിയെ സ്വദേശികളായ 15 വീതം ആളുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. പങ്കെടുക്കാൻ അത്രയേ അനുമതിയുള്ളൂ. പക്ഷേ സദസ്സിലിരിക്കുന്ന ഈ 15 പേരിൽ ഒരാൾക്കും സംസാരിക്കാൻ ഒരു കാരണവശാലും പാടുള്ളതല്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാനൊരു കക്ഷിയുടെ ഭാഗത്തു നിന്നുള്ളൊരു മധ്യസ്ഥൻ എന്ന നിലക്ക് എൻ്റെ കക്ഷിയിൽ പെട്ട ആരെങ്കിലും ഈ സദസ്സിൽ വെച്ച് സംസാരിച്ചാൽ ആ വ്യക്തിയെ ഈ ഹാളിൽ നിന്ന്, ഈ സദസ്സിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ നിർബന്ധിതനാകും എന്നാണ്. ആ നിലപാട് ഞങ്ങൾ രണ്ടു പേരും സ്വീകരിച്ചുകൊണ്ട് ഈ സംവാദം അവസാനിക്കുന്നതുവരെ ആ നിലപാടിലായിരിക്കും മധ്യസ്ഥന്മാരെന്ന നിലക്ക് ഞങ്ങൾ ഉണ്ടാവുക. ഇവിടെ സംസാരിക്കുന്നത് അബ്ദുറഹ്മാൻ സലഫിയും ഫൈസൽ മുസ്ലിയാരും മാത്രമാണ്. പിന്നീട് മധ്യസ്ഥന്മാർ എന്ന നിലക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും 5 മിനിറ്റ് വീതവും ഇടയ്ക്ക് എന്തെങ്കിലും സന്ദർഭോചിതം അവസരോചിതം ഇടപെടേണ്ടി വന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടപെടാം എന്നല്ലാതെ ആർക്കും സംസാരിക്കാൻ, അതുപോലെ തന്നെ ബഹളം വെക്കാൻ, മനുഷ്യസഹജമായി ചിരിയോ മറ്റോ വരും, സ്വാഭാവികം. പക്ഷേ ശബ്ദമുണ്ടാകുന്ന രീതിയിൽ, ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആ രൂപത്തിലുള്ള കോപ്രായത്തങ്ങളും നാടകങ്ങളും ഒന്നും ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ഇത് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സദസ്സാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പടച്ച റബ്ബിൻ്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ഈ പരിപാടി പരലോകത്ത് നമ്മുടെ സ്വാലിഹായ അമലിൽ അള്ളാഹു പരിഗണിക്കണമെങ്കിൽ നമ്മുടെ ഉദ്ദേശം അത് പരിഗണിച്ചേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ വാശിക്കോ വൈരാഗ്യത്തിനോ പറഞ്ഞു തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ജയിച്ചു എന്ന് ആഹ്ലാദിക്കാനോ അല്ല ഈ പരിപാടി. ഇവിടെ ആര് ജയിച്ചു ആര് തോറ്റു എന്ന പ്രഖ്യാപനവുമില്ല. മറിച്ച് രണ്ട് പണ്ഡിതന്മാരും ഈ വിഷയത്തെ സംബന്ധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് കേൾക്കുകയും അങ്ങനെ ശാന്തമായി പിരിഞ്ഞു പോവുകയും ചെയ്യാം എന്നതല്ലാതെ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പ്രഖ്യാപിക്കാനും ഇവിടെ അവസരമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഹക്കായിട്ട് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ഇവിടെ സംവാദം നടക്കുന്നതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞതാണ്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. സംവാദത്തിൻ്റെ ഇരുഭാഗത്തും ഇരിക്കുന്ന ആളുകൾക്ക് സംവാദം നടത്തി പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഈ വിഷയമൊന്നും പറഞ്ഞ് ആരെയും ധരിപ്പിക്കേണ്ടതില്ല എന്നതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളെല്ലാവരും ഒരേ ആദർശക്കാരും ഒരേ ആശയക്കാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലം വരെ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അത് മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഇപ്പോൾ രണ്ട് ഭാഗത്ത് നിൽക്കേണ്ടി വന്നു എന്നത് തന്നെ പ്രയാസകരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അള്ളാഹു സത്യത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ ഒരുമിപ്പിക്കുമാറാകട്ടെ. അസത്യത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ നിലകൊള്ളാതെ സത്യത്തിന് വേണ്ടി പോരാടുന്ന കക്ഷികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. കൂട്ടത്തിൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുള്ളത്, സംവാദം തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നതും പുറത്തേക്കുള്ള ഫോണ്, മറ്റ് കാര്യങ്ങൾ, സംസാരങ്ങൾ, പുറത്തുനിന്ന് വരുന്നത് ആഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നിർത്തുകയാണ്. അത് ഉണ്ടാകാൻ ഉള്ളതല്ല. അങ്ങനെ ഉണ്ടായാൽ അത് നമുക്ക് ഈ പരിപാടിക്ക് ഭംഗം വരുത്തും എന്ന് ഞാൻ രണ്ട് വിഭാഗത്തെയും, കാരണം ഞാൻ മധ്യസ്ഥൻ എന്നുള്ള നിലക്കാണ്, ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണെങ്കിലും ഞാൻ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലക്കാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും ഈ യുഗം അതാണ്. അപ്പം അതുകൊണ്ട് പുറത്തു നിന്ന് നമ്മൾ അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുകയോ ഇത് പുറത്തേക്ക് മറ്റൊരു നിലക്ക് നമ്മൾ വിടുകയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ രണ്ട് ഭാഗത്തു നിന്നുള്ള ആളുകളുടെ കക്ഷിത്വം ഈ പ്രദേശത്തുകാരായതുകൊണ്ട് കൂടുതൽ ഞാനത് പറയണമെന്നില്ല. എല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് തന്നെ ഏതൊക്കെ നിലക്കാണോ നമ്മൾ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുള്ളത് ആ വ്യവസ്ഥക്കപ്പുറം നമ്മുടെ ഭാഗത്തു നിന്ന് ഇരുഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ ഷെരീഫ് പറഞ്ഞതുപോലെ
നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു വിഷമം അതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് 4 പണ്ഡിതന്മാരുണ്ട്, അവരുടെ ഭാഗത്ത് 5 പണ്ഡിതന്മാരുണ്ട്. 2 ഭാഗത്തും ഈ 5 പണ്ഡിതന്മാരാണ്. ഒരു പണ്ഡിതൻ ഇൻഷാ അല്ലാഹ് ഒരു 5 നിമിഷത്തിൻ്റെ ഉള്ളിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തുന്നതാണ്. അദ്ദേഹം വഴിയിലാണ്, ഇപ്പോൾ എത്തും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു സത്യദീനിന് വേണ്ടിയിട്ടുള്ള ഒരു സൽക്കർമ്മമായി നമ്മൾ തുടങ്ങുകയാണ്. അത് അതേ രൂപത്തിൽ അവസാനിപ്പിക്കുമാറാകട്ടെ. മറ്റൊന്ന് വാദപ്രതിവാദം ഞാൻ കൂടുതൽ പറയുകയില്ല, സമയമായിട്ടില്ലാത്തതുകൊണ്ടാണ്. വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാർ തമ്മിൽ നടത്തുകയും അതിൻ്റെ വിധി പറയുന്നത് ഒരുപക്ഷെ സാധാരണക്കാരുമായിരിക്കും. അത് തന്നെയാണ് വാദപ്രതിവാദത്തിൻ്റെ അലങ്കോലത്തിൻ്റെയും പ്രശ്നം. പലപ്പോഴും അങ്ങനെയാണ്. അത് ഇനി വിധി പറയാനുള്ളത് നമ്മുടെ സമൂഹമാണ്. പണ്ഡിതന്മാർ തമ്മിൽ വാദപ്രതിവാദം നടത്തി സമൂഹം വിധി പറയുന്നു. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിന് തന്നെ വിട്ടുകൊടുക്കൽ തന്നെയാണ് നല്ലത്. അത് ഒരുപക്ഷെ നാളെ മുതൽക്ക് ചർച്ചകളായിരിക്കാം, എന്നാൽ ഇവിടെ അത് ചർച്ചയാവരുത് എന്ന് മാത്രം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഒരു പണ്ഡിതൻ ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ വരുന്നതാണ്. ഇത് നല്ലൊരു സാരിയായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഫൈസൽ മുസ്തിയാരാണ് നറുക്ക് ടോസ് എടുത്ത് കിട്ടിയത്. ആദ്യം ഫൈസൽ മുസ്തിയാരാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, ഈ സദസ്സിൽ ഇരുന്നും അല്ലാതെ മറ്റ് വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദീനിയായ ഈ ഒരു ചർച്ചയെ വീക്ഷിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ അടിസ്ഥാന തത്വമായ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, അതിൻ്റെ ഭാഗമെന്നോണം ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംവാദത്തിലാണ് അൽഹംദുലില്ലാ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാം ഈ രംഗത്ത് ചെലവഴിക്കുന്ന ഊർജവും സമയവും ആരോഗ്യവും സമ്പത്തുമെല്ലാം റഹ്മാനായ റബ്ബ് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സംവാദങ്ങൾ എമ്പാടുമുണ്ടായിട്ടുണ്ട് എന്നത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ആദർശ രംഗത്ത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും വിരുദ്ധമായ
പുത്തൻ നയങ്ങളുമായി ആര് കടന്നു വന്നാലും അവർ സ്വന്തം കൂട്ടത്തിൽ നിന്നാണെങ്കിലും അതല്ല പുറത്തു നിന്നാണെങ്കിലും അവരെ പ്രാമാണികമായി നേരിടുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം ഇവിടെ ഇതാ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ വിഷയമായി നിശ്ചയിച്ചത് കോടിച്ചന സംവാദത്തിൽ അൻആം സൂറയിലെ 128-ാമത്തെ ആയത്ത് ഞാൻ ദുർവ്യാഖ്യാനിച്ചുവോ ഇല്ലേ എന്നതാണ്. ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിലും ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും ഒരു സംവാദം വേണമെന്ന് ഏകദേശം 8 മാസമായി മുഴുവൻ മുജാഹിദുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം കാലങ്ങളായി അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഈ ഒരു ആയത്ത് അടിസ്ഥാനമാക്കി എന്തെല്ലാം ആശയങ്ങളാണോ ഈ സമുദായത്തെ പഠിപ്പിച്ചത്, അതേ ആശയം